ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് ഒരു കോൾസ്ലോ എങ്ങനെ റെഡിയാക്കുന്നതെന്ന് നോക്കാം. ഇത് KFCയുടെ സൈഡ് ഡിഷായിട്ട് നിങ്ങളെല്ലാവരും കഴിച്ചിട്ടുണ്ടാവും. ഇത് ബേസിക്കലി ഒരു ക്യാബേജ് സാലഡാണ്. ഇത് ആദ്യം കഴിച്ച സമയത്തൊക്കെ എനിക്കും തോന്നിയിട്ടുണ്ട്, ഇതെന്താ സംഗതി, ഇത് ഇങ്ങനെ ആയെന്നൊക്കെ തോന്നിയിട്ടുണ്ട്. എനിവേ, കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി, നമുക്കിത് വീട്ടിൽ തന്നെ ചെയ്ത് നോക്കാം. ഇത് ചിക്കൻ ഫ്രൈ ചെയ്യുന്നതിൻ്റെയും ബാർബിക്യൂവിൻ്റെയൊക്കെ സൈഡ് ഡിഷായിട്ട് ഉപയോഗിക്കാൻ നല്ലതാണ്. നമുക്ക് നേരെ റെസിപ്പിയിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് മിക്സിംഗ് ബൗളിലേക്ക് 1 കപ്പ് മയോണീസ് ഇട്ട് കൊടുക്കാം. ഇപ്പം ഞാൻ 1 കപ്പേ ഇടുന്നുള്ളൂ. ഇനി ആവശ്യമെന്ന് തോന്നുവാണെങ്കിൽ നമുക്ക് പിന്നീട് ആഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. ആ മയോണീസ് ഇട്ട് കൊടുത്ത ശേഷം അതിലേക്ക് 1 ടീസ്പൂൺ ലെമൺ ജ്യൂസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വിനാഗിരി ഞാൻ ഒരു 1/2 ടീസ്പൂൺ ഇപ്പം ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നീട് ആവശ്യമെന്ന് തോന്നുവാണെങ്കിൽ നമുക്ക് ബാക്കി ഒഴിച്ചു കൊടുക്കാം. ഒരു 1/2 ടീസ്പൂണോളം ഞാൻ വിനാഗിരി ഇട്ട് കൊടുത്തു. ഇനി ആവശ്യത്തിന് ഉപ്പ്, ഇനി ഒരു 2 ടീസ്പൂൺ ഷുഗർ ഇട്ട് കൊടുക്കണം. ഇപ്പോൾ 2 ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ മതി. നമ്മൾ മിക്സ് ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് ഇനി കുറച്ചുകൂടെ മധുരം വേണം എന്ന് തോന്നുവാണെങ്കിൽ ആ നേരെ ആഡ് ചെയ്താൽ മതി. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 2 ടീസ്പൂണോളം പെപ്പർ പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. വൈറ്റ് പെപ്പർ പൗഡർ ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം. എനിക്കിപ്പോൾ ബ്ലാക്ക് പെപ്പറാണ് ഞാൻ ഇട്ട് കൊടുത്തേക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ഇതിലേക്ക് ഞാനൊരു 2 കപ്പ് ക്യാബേജ് അരിഞ്ഞത് ചേർക്കുന്നുണ്ട്. ക്യാബേജ് കുറച്ച് നീളത്തിൽ കനം കുറഞ്ഞരിഞ്ഞതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് 1 കപ്പ് ക്യാരറ്റ്, ഇത് ഞാൻ ചോപ്പറിൽ ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തേക്കുന്നതാണ്, 1 കപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാനൊരു 4 to 5 ടേബിൾ സ്പൂൺ ഒനിയൻ ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഞാൻ വൈറ്റ് ഒനിയനാണ് ചേർത്തേക്കുന്നത്. നിങ്ങൾക്ക് സാധാരണ ഒനിയൻ ഉള്ളെങ്കിൽ അത് ചേർത്താൽ മതി. അത് ചേർത്ത് കൊടുത്തിട്ട് ഇനി നമുക്ക് സ്പ്രിംഗ് ഒനിയൻ്റെ ഗ്രീൻ അതൊരു 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതും കൂടി ചേർത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തിട്ട് നമുക്ക് നോക്കാം. ഇനി മയോണീസ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കണം. ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണം. അങ്ങനെ നമ്മളിതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് എനിക്കിനി കുറച്ചുകൂടെ മയോണീസ് വേണമെന്ന് തോന്നുന്നുണ്ട് ഞാനൊരു 1/2 കപ്പ് മയോണീസും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നിങ്ങൾ എടുക്കുന്ന ക്യാബേജ് ക്യാരറ്റിൻ്റെയൊക്കെ മെഷർമെൻറ്റിനനുസരിച്ച് നിങ്ങൾക്ക് മയോണീസിൻ്റെയും ലെമൺ ജ്യൂസിൻ്റെയും എല്ലാ ഇൻഗ്രീഡിയൻസിൻ്റെ അളവ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. ഈ ടൈമിൽ നമുക്കിതിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് ഉപ്പോ പഞ്ചസാരയോ വല്ലതും വേണമെങ്കിൽ ഒന്ന് ആഡ് ചെയ്യാം. എപ്പോഴും ക്യാരറ്റ് എടുക്കുന്നതിൻ്റെ ഡബിൾ എമൗണ്ട് ക്യാബേജാണ് ഇതിന് കൂടുതൽ ഉപയോഗിക്കുന്നത്. ഇനി ഒന്ന് റെഫ്രിജറേറ്റ് ചെയ്യണം. ഇത് ഒരു 30 minutes to 1 hour ഒന്ന് ഫ്രിഡ്ജ് വെച്ച് നന്നായിട്ട് തണുപ്പിച്ചിട്ട് ഇത് നമുക്ക് ഉപയോഗിക്കാം. നിങ്ങൾക്ക് മയോണീസിന് പകരം ഓൾട്ടർനേറ്റീവ് ഓപ്ഷനായിട്ട് തൈര് ഉപയോഗിക്കാം. ടേസ്റ്റ് കുറച്ച് വ്യത്യാസം വരുമെന്നേ ഉള്ളൂ. ഒരു ഹെൽത്തി ഓപ്ഷൻസ് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കോൾസ്ലോ റെസിപ്പി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വെരി സിമ്പിൾ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്തേക്കണേ. താങ്ക് യു ഫോർ വാച്ചിങ്.